അതായത് ഒരു മറികടക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യം. നിർത്തിക്കോ. പൈസ ഉണ്ടെങ്കിലും ഞാൻ തരാൻ വെച്ചിട്ട് പൊയ്ക്കടാ നീ. നമ്മള് നടങ്ങ്. ഒരു കാര്യം പറയുമ്പോ തോക്കിനകത്ത് ഒരു ടപ്പ പൊട്ടിച്ചാൽ എങ്ങനെ? നീ അല്ലെങ്കിൽ അതിന് വലിയ വെടി പൊട്ടിക്കോ. അതുകൊണ്ട് ആ വെടി പൊട്ടും. പൊട്ടാതിരിക്കാനുള്ള ഒരു മറുപടിക്കാണ് ഇങ്ങോട്ട് വന്നത്. ഈ വീട്ടിൽ ചില പ്രത്യേക നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ആ കഴിവ് പലപ്പോഴും എനിക്ക് തങ്ക ലിറ്റേഴ്സോട് പ്രത്യേക ഒരു ആരാധന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. ഇനി എനിക്ക് പോയി മുട്ട പുഴുങ്ങാൻ വയ്യ. എന്തോരം പുകഴ്ത്തിയാലും തന്നെയല്ല മുട്ടയില്ല. എന്റെ പൊന്നു സ്ത്രീ ജന്മമേ, മുട്ടയോ പൈസയോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. എന്താ നിന്റെ കുടുംബത്തുണ്ടായ ഒരു പ്രത്യേക വിഷയം. ആ വിഷയത്തിന് ഈസി ആയിട്ട് നിങ്ങൾ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരണം, കണ്ടെത്തണം. എന്താ? കനകമ്മച്ചമ്മയോട് നിങ്ങൾക്ക് സ്നേഹവും ആരാധനയൊക്കെ ഉണ്ട്. സ്നേഹവും ആരാധനയൊക്കെ ഉണ്ട്. പക്ഷെ അവന്റെ പേര് 2 ദിവസത്തേക്ക് നീ പറയരുത്. ഞാൻ അവനുമായിട്ട് ഒരു കോംപ്രമൈസ്. അങ്ങനാണെങ്കിൽ പേടി കാണത്തില്ലല്ലോ. എന്തിനാ ഞാൻ അവനെ പേടിക്കുന്നത്? ഞാൻ അവന്റെ ചെലവിലാണ് ജീവിക്കുന്നത്. സക്സസ് സംഗതിയൊക്കെ. നമ്മുടെ തക്കടുമോനെ പെയിന്റ് ചെയ്യുന്നതിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടല്ലോ. അതിനകത്തൊരു ഭാവി കാണുന്നുണ്ട്. അപ്പൊ ഇന്ന് പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായി. യു പ്രൊസീഡ്. മോൻ തന്നെ പറയൂ, അമ്മ കേക്കട്ടെ. അമ്മ നല്ലോണം വളർത്തുന്ന മോനല്ലേ, പറയൂ. അത് ഞാൻ കളർ അടിച്ചുകൊണ്ടിരുന്നപ്പോ അറിയാതെ റെഡ് പെയിന്റ് തൊപ്പിയിൽ വീണുപോയി. പ്രോപ്പർട്ടി മൈൻ തൊപ്പിയാണ് ചോദിക്കൂ. ആരുടെ തൊപ്പി? അത് മാമിന്റെ പോലീസ് തൊപ്പിയില്ല. എന്താ പറഞ്ഞു നീ? മനസ്സിലായില്ലേ? മച്ചമ്പിയുടെ യൂണിഫോമിന്റെ മേളി വെക്കുന്ന തൊപ്പിയില്ലേ, ആ തൊപ്പിക്കകത്ത് പെയിന്റ് ചെയ്തോണ്ടപ്പോ ഒരു ഇച്ചിരി കളറ് വീണു. ദൈവമേ, എന്ത്? അപ്പൊ രാവിലെ അവൻ അതാണ് തൊപ്പി അലറുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ ചീത്ത പറഞ്ഞു ഓടിക്കുകയും ചെയ്തു. ആണോ? അപ്പോ ഞാനെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. എവിടെ വെച്ചേക്കുന്നേ? എന്റെ ദൈവമേ, എനിക്ക് കയ്യും കാലം വിറച്ചിട്ട് പാടില്ല. കുറച്ചുണ്ടാകാൻ പാടുള്ളേ. 2 ദിവസം കരയാനെ പേടിയില്ലെന്ന് പറഞ്ഞിട്ട് എന്തിനു പേടിക്കണം? എന്റെ ദൈവമേ, ഇത് വെള്ളം നനച്ചാ പോന്നെയാ? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിക്കല്ലേ. ഈ സമയം വെച്ച് വെള്ളം എടുത്തത് പോകുന്നുണ്ടോ നോക്ക്. ആരും നീ ഇവിടോട്ട് ഇരുന്നേ. ചെയ്യുമ്പോ ആലോചിക്കണമായിരുന്നു അടി കിട്ടുമെന്ന്. വെള്ളം നനച്ചു പോയാൽ രക്ഷ കിട്ടും. എവിടെ പോകുന്നില്ല. പോകുന്നത് കളറല്ല, തൊപ്പിക്കകത്ത് അഴുക്കാണ് പോകുന്നത്. പോകുന്നില്ല മോനെ.